ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ശരിക്കും നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഇത് ശരിക്കും ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനും അല്ലെ ഗവൺമെന്റിനും അറിയിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണാനല്ല, നിങ്ങൾക്ക് ഈ ഒരു അധികാരികൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അല്ലെ. ആക്ച്വലി നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അത് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അക്കാദമിക് ഇയറിൽ ഓണം എക്സാമിന് വേണ്ടി 10ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ചു തീർക്കേണ്ട പോർഷൻസിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ ഏകദേശം കെമിസ്ട്രിയിൽ 2.5, ഫിസിക്സിൽ 2.5 ചാപ്റ്റർ, സോ ടോട്ടൽ 5 ആയി. ബയോളജിയിൽ 2 7, പിന്നെ അതുപോലെ സോഷ്യൽ സയൻസിൽ 6ഓളം ചാപ്റ്ററുകൾ വരുന്നുണ്ട്. ലാംഗ്വേജസിൽ യൂണിറ്റ്സിന്റെ എണ്ണമാണ് 2 യൂണിറ്റ്സ് 3 യൂണിറ്റ്സ് 2 യൂണിറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഹിന്ദി വരുന്നുണ്ട്. മാത്തമാറ്റിക്സിൽ ഏകദേശം 5ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സ്കൂളുകൾക്ക് കിട്ടിയ ദിവസങ്ങളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ജൂൺ മാസത്തിലേക്ക് വരുമ്പോൾ ശരിക്കും വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 22 വർക്കിംഗ് ഡേയ്സ് ആണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 22 വർക്കിംഗ് ഡേയ്സിൽ പല ജില്ലകളിലും മഴക്കെടുതിയൊക്കെ കാരണം ലീവുകളും കാരണമൊക്കെ ആയിട്ട് ഏകദേശം എൻ്റെ ഒരു കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ 20 വർക്കിംഗ് ഡേ മാത്രമാണ്, ഏകദേശം 20 വർക്കിംഗ് ഡേന്റെ അടുത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് ജൂൺ മാസത്തിൽ. അതേപോലെ ജൂലൈ നമ്മൾ നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമല്ല. പെട്ടെന്ന് മഴ വന്നു, പ്രളയം വന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ക്ലാസ്സുകൾ മുടങ്ങി. സ്കൂളുകളിൽ മാത്രമല്ല, ട്യൂഷൻ സെന്ററുകൾക്ക് പ്രവർത്തിക്കാൻ ജൂലൈയിലും ഏകദേശം 23 വർക്കിംഗ് ഡേ ആയിരുന്നുള്ളത്. അതിൽ ഒരു ദിവസം ഫിഫയുമായിട്ട് ബന്ധപ്പെട്ട് ലീവ് വന്നു. 2 ദിവസം വീണ്ടും കുട്ടികൾക്ക്, ഏകദേശം കോഴിക്കോട് ജില്ലയിലെ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം 3 ദിവസത്തോളം അവിടെയും ലീവ് വന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റിൽ ഒരു ദിവസം പോലും കിട്ടിയിട്ടില്ല, പല ജില്ലകളിലും കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ബേസിക്കലി നോക്കുകയാണെങ്കിൽ വെറും 40 ദിവസം മാത്രമാണ് കുട്ടികൾ ക്ലാസ്സുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ സമയം കൊണ്ട് നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കും പോർഷൻ തീർക്കാൻ അവർക്കും അതിൻ്റെതായ ഡ്യൂട്ടീസും കാര്യങ്ങളും, എക്സ്ട്രാ ഡ്യൂട്ടീസും, സെൻസസ് പോലത്തെ ഡ്യൂട്ടീസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇതിനിടയിലൂടെയാണ് നമ്മൾ എക്സാമിലേക്ക് എന്താക്കുന്നത്, ഓണപരീക്ഷ വരികയാണ്. അപ്പൊ ഓണപരീക്ഷ എനിക്കൊരു പോർഷൻ തീർക്കുന്നത്, അതിനപ്പുറം പല കുട്ടികൾ ഇപ്പോൾ ക്യാമ്പിൽ കഴിയാണ്. പല സ്കൂളുകളും ക്യാമ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 6ാം തീയതിക്ക് ശേഷവും മഴയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ ക്യാമ്പുകളിൽ ഉള്ള കുട്ടികൾക്ക് ഒരിക്കലും പല കുട്ടികളുടെയും പുസ്തകങ്ങളും ബുക്സും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ കുട്ടികൾക്കൊന്നും പഠിക്കാൻ പറ്റിയ തീരെ ഒരു സാഹചര്യമല്ല. സേഫ് ആകാൻ, ആദ്യം നമ്മുടെ ജീവനെ രക്ഷിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണ് പല കുട്ടികളും, അവരുടെ രക്ഷിതാക്കളും എല്ലാം. സ്കൂളുകൾ ക്യാമ്പുകളാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഓണം എക്സാം നടത്തിയാൽ, അതും ഇത്രയും ഹെക്ടിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് ഓണം എക്സാം നടത്തിയാൽ നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും പെർഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലല്ല അവരിപ്പോ ഇരിക്കുന്നത്. എന്താണ്, ജീവനെ സേഫ് ആക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പ്രൈം ആയിട്ട് നടക്കുന്നത്. അപ്പൊ എന്തായാലും ഓണം എക്സാമിൽ ഒരു മാറ്റം വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഒരു 99% എക്സാം മാറാനുള്ള ചാൻസസ് ഇല്ല, അതും നിലവിലില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട, പരീക്ഷയെ കുറിച്ച് ഓർത്ത് വറീഡ് ആവേണ്ട. ഇപ്പോ നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ പറ്റുന്ന വിദ്യാർത്ഥികൾ മാത്രം, ഇപ്പോ ക്യാമ്പുകളിലൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇത് റിക്കവർ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ മക്കളെ, നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓണം ഏതെങ്കിലും കുറച്ച് എക്സാമെങ്കിലും, അല്ലേ സർ, ഓണത്തിന് ശേഷം നടത്തണം എന്നുള്ളത് തന്നെയാണ്. കുറച്ച് എക്സാംസ് എങ്കിലും മാറ്റി വെച്ച് അല്ലെങ്കിൽ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ വീണ്ടും പറയണ ആഗ്രഹമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിലും തയ്യാറെടുക്കുന്നതിലും നിങ്ങൾ ഒരു കാരണവശാലും പിറകോട്ട് നിൽക്കരുത് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട്, യെസ്. അപ്പോ എന്താണ്, നമ്മൾക്ക് എല്ലാവരും അധ്യാപകരാണെങ്കിൽ എല്ലാവരും ഓണം എക്സാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇത് തന്നെയാണ്. നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അധികാരികളിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് മക്കളെ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, അല്ലെ. സോ അധികാരികളിലേക്ക് എത്തുന്നത് വരെ ഈ ഒരു വീഡിയോ മക്കളെ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.